താങ്കൾ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന് അനുകൂലമായി അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്ന് എതിരാളികൾക്ക് മറുപടി കൊടുക്കുന്ന ഒരുപാട് ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടത് ഇപ്പോൾ CPM സൈബർ സഖാക്കളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ താങ്കൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് റിയാസിനെ വളർത്താനുള്ള സംവിധാനമായി പാർട്ടി മാറി എന്ന നിലയിലേക്ക് തോന്നുന്നത്? ഇന്നിപ്പോൾ റിയാസ് പറയുന്നത് അൻവറിന് ഈ പാർട്ടിയെ കുറിച്ചൊന്നും അറിയില്ലെന്നാണ്. റിയാസിനെ വളർത്താനുള്ള സംവിധാനമായി പാർട്ടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തതാണ് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയാസ് SFI DYFI സംവിധാനത്തിലൂടെ ഉയർന്നു വന്ന പോരാട്ടം നടത്തി ജയിൽ കടന്ന് പോലീസിനോട് അടികൊണ്ടുവന്ന നേതാവ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഒരു മന്ത്രിയാകാനുള്ള യോഗ്യത റിയാസിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ഉണ്ട്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോഴാണ് റിയാസ് മന്ത്രിയായിട്ടുള്ളത്. അതോടൊപ്പം ഈ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടി അദ്ദേഹം ആവേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ. കാരണം ആളുകൾക്ക് ശത്രുത വരും. എത്രയോ സീനിയറായിട്ടുള്ള ലീഡേഴ്സ് ആ സെക്രട്ടേറിയറ്റിൽ വരേണ്ടവർ മാറി നിൽക്കുകയാണ്. അപ്പം അതൊരു ശരിയായ നിലപാടായില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു. അത് അദ്ദേഹത്തോട് തന്നെ സ്നേഹത്തോടെ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. അത്രയേ ഉള്ളൂ. അത്രയേ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. റിയാസിന് വേണ്ടി ആകരുതല്ലോ പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? പാർട്ടി റിയാസിന് വേണ്ടിയായി മാറിപ്പോകുന്നു എന്നല്ലേ സ്വാഭാവികമായും കേൾക്കുന്ന ആളുകളെല്ലാവരും? അല്ല, അതെ, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ആരോപിച്ചിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി ഘടിപ്പിച്ച് ഈ പോകുന്ന രീതിയിൽ ഒരവസ്ഥാവിശേഷമുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം ഞാൻ ആ വിഷയം കോടതിയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലെനിക്ക് അഭിപ്രായവ്യത്യാസമുണ്ട്. ഇത്രയും സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ഇവിടെ ഉണ്ടാകുമ്പോൾ അവരുമായി ചർച്ചകൾ നടത്തി പാർട്ടിയെ നാട്ടിലെ പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അത് CMന്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, ഇപ്പോൾ P ശശിക്കെതിരെ താങ്കൾ ഒരു പരാതി കൊടുത്തു. ആ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളയുകയാണ് ചെയ്തത്. P ശശിക്കെതിരെ കൊടുത്ത പരാതി പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, CPM തള്ളിക്കളഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട ആ പരാതി ഞാൻ നുള്ളിപ്പറിക്കി എടുക്കുന്നുണ്ട്. അത് ഞാൻ കൊടുക്കും. അല്ല, അത് ആ കാര്യത്തിലൊരു നിയമ പോരാട്ടമുണ്ടോ? ആ പരാതി എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് പറയും. അല്ല, അതിൽ നിയമ പോരാട്ടമല്ല. ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി അത് അന്വേഷണമില്ല എന്ന് പറഞ്ഞത്. അതിനി എനിക്ക് പാർട്ടി കോടതിയിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പാർട്ടി കോടതി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരല്ലേ. അവരത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടോന്നില്ല അവർ സ്വയം തീരുമാനിക്കട്ടെ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ ഞാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. അല്ല, ആ പരാതി, അതായത് P ശശിക്കെതിരെയുള്ള താങ്കളുടെ പരാതിയിൽ ലൈംഗിക ആക്ഷേപവും ഉണ്ടോ? അങ്ങനെയുള്ള ഒരു പരാതി കൂടി ഉണ്ടോ അതിൽ? അല്ല, അത് ഞാൻ തരും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അഭിലാഷ്. നാളെ അത് പുറത്ത് വിടുമ്പോൾ നിങ്ങൾ വായിച്ചോ.